لبيك اللهم لبيك لبيك لا شريك لك. ഒരു ഹൃദയത്തിന്റെ വികാരത്തോടും തുടിപ്പോടും കൂടി സേവനം ചെയ്തതിൻ്റെ പ്രതിഫലനമാണ് ഈ ക്യാമ്പ് ഇത്ര മനോഹരമായി നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഹജ്ജ് യാത്ര ഇന്ന് അവസാനിക്കും. 20 ദിവസം നീണ്ട നിരവധി സുമനസ്സുകളുടെ സഹായത്തോടെയും സംസ്ഥാന സർക്കാരിൻ്റെയും സഹായത്തോടെ പ്രവർത്തിച്ച ക്യാമ്പിനാണ് ഇന്ന് സമാപനം കുറിക്കുന്നത്. ഹാജിമാർക്ക് സ്വയം സേവനം ചെയ്ത് പുണ്യങ്ങൾ കരസ്ഥമാക്കിയ വളണ്ടിയർമാർ അവരുടെ എല്ലാത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിവെച്ച് ഹാജിമാരുടെ പ്രാർത്ഥന മാത്രം ലക്ഷ്യം വെച്ച് 24 മണിക്കൂറും പ്രവർത്തിച്ചു. അവർക്ക് ഹജ്ജ് ക്യാമ്പിൻ്റെയും സംസ്ഥാന ഹജ്ജ് സെല്ലിൻ്റെയും അഭിനന്ദനങ്ങൾ അറിയിച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ക്യാമ്പ് സൈറ്റിൽ നടന്ന പരിപാടിയിൽ ക്യാപ്റ്റൻ മുൻ ഹജ്ജ് കമ്മിറ്റി അംഗവുമായ മുസമ്മിൽ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനറും ഹജ്ജ് കമ്മിറ്റി അംഗവുമായ സഫർ ഖയാൽ, കോർഡിനേറ്റർ സലിം ടി കെ, ഹജ്ജ് സെൽ ഓഫീസർ ഷാജി, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസർ ടീം ലീഡർ മുസ്തഫ, മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് 25 വർഷം തുടർച്ചയായി സേവനം ചെയ്ത ആബിദ എന്ന വളണ്ടിയറെ പ്രത്യേക ആദരം നൽകി. തുടർന്ന് 120ഓളം വളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ. കൃത്യമായിട്ട് ഇത്രയും വർഷം വരാൻ എന്തെങ്കിലും പ്രചോദനം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും? 1996 ഹജ്ജിന് പോയി, മദ്രാസിൽ നിന്നാണ് പോയത്. അപ്പോൾ അവിടെ വെച്ച് നമ്മളവിടെ ചെന്നപ്പോൾ ഹജ്ജിക്കാണ് ആ ഒരു പട്ടാളം വഴിയുള്ള ഒരു ടീം നമ്മളെ വന്ന് എതിരേറ്റ് കൊണ്ടുപോയി. ഭയങ്കര സ്വീകരണമായിരുന്നു. ആ സ്വീകരണം എന്നെ ശരിക്കും മനസ്സിന് ഭയങ്കര ഒരു എന്തോ അത് അവരങ്ങനെ ചെയ്തത് ഭയങ്കര ഒരു അത്ഭുതവും അതിശയം പോലെ എനിക്കത് ഫീൽ ചെയ്തു. അപ്പം അന്ന് ഞാൻ മനസ്സിൽ നെയ്യത്ത് വെച്ചു, ഇങ്ങനെ ഒരു അവസരം ലേഡീസിനുണ്ടെങ്കിൽ അന്ന് എനിക്കതിനകത്ത് പങ്കെടുക്കണം എന്ന് ആ ഒരു ഫീലിലാണ് 2000 ഞാൻ ലേഡീസ്. ഇത്രയും നാള് സേവനം ചെയ്തതിൽ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാജിമാർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്ത ഒരു നമ്മളൊരു നെയ്യത്തുണ്ടാവുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഗുണങ്ങളോ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കുട്ടികൾ തന്നെ അവർ നല്ല നിലയിൽ പഠിച്ച് രണ്ട് കുട്ടികൾ ഡോക്ടേഴ്സാണ്. ഇപ്പം നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. മകനുമുണ്ട്, മകൻ IT ഫാമിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ ഫാമിലി എല്ലാവരും നല്ല റാഹത്തായിട്ട്. ഹജ്ജ് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ അത് മുമ്പോട്ട് പോവുക എന്നത് ഹജ്ജ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിലെ കമ്മിറ്റി ചുമതലയേറ്റ് അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇവിടെ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വന്തം വീട്ടിലെ ഒരു പ്രവൃത്തി ചെയ്യുന്ന അതേ ഉത്തരവാദിത്വത്തോടു കൂടി അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചത് കൊണ്ടാണ് യാതൊരുവിധ പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇവിടെ നൽകാതെ ഈ ക്യാമ്പ് കഴിഞ്ഞുപോയി. കൂട്ടായി പ്രവർത്തിക്കാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും നല്ല ക്യാമ്പ് നമ്മുടെ ക്യാമ്പ് നമ്മുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് യാതൊരു ഹാജിമാർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത അവർക്ക് വേണ്ട സഹായങ്ങളും അവർ പറയുന്നതിൽ കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഈ ക്യാമ്പ് നടത്താൻ സാധിച്ചത്. ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.